പല തെരീക്കത്തുകാരും ഇവിടെ മുളച്ചു പൊന്തിയപ്പോൾ അതായത് കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ മുഴുവനും അതിനെ ശക്തിമത്തായി എതിർത്തു. കൊണ്ടോട്ടിക്കൈ എന്ന ഒരു പേരിൽ തെരീക്കത്ത് വന്നപ്പോ ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ഉമർ ഖാദി തങ്ങൾ, വെളിയങ്കോട് ഉമർ ഖാദി തങ്ങൾ ശക്തിമത്തായി അതിനെ എതിർത്തു. മഹാനവറുകളുടെ ശൈലിയാണ്, കവിതയിലൂടെയാണ് മൂപ്പർ കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത്. അതിനെതിർത്തു. അങ്ങനെ ഏത് കാലത്തും എതിർത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ തെരീക്കത്തിന്റെ ഏതാനും ചില പഴച്ച വശങ്ങളെ അല്ലെങ്കിൽ പഠിച്ച ആളുകളെ എതിർക്കുമ്പോൾ തരീഖത്ത് തന്നെയും ശരിയല്ല, അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ് എന്ന മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലേക്ക് ഒരിക്കലും നമ്മൾ എത്തിപ്പോകാൻ പാടില്ല. കാരണം ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങള് തന്റെ പ്രസിദ്ധമായ ഉന്നത്തുൽ താലിബിൽ പഠിച്ച തരീഖത്തിനെ സംബന്ധിച്ച് വിശദമായി വിശദീകരിക്കുമ്പോൾ അവിടെ നൽകിയ ആമുഖം തന്നെ നഫറത്തു ഖുലൂബുൻ നാസി അൻ തഅദീമി തരീഖ എന്നാണ്. ഈ പഠിച്ച തരീഖത്തുകാർ ഇവിടെ ഉണ്ടാവുകയും അതിനെ നമ്മൾ എതിർക്കുകയും ചെയ്യുമ്പോൾ നാം ഭയപ്പെടുന്നത് യഥാർത്ഥ തരീഖത്തിന്റെ അളമത്ത്, അതിന്റെ മഹത്വം ജനങ്ങളുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു. ഇത് നമ്മൾ ഭയപ്പെടണം. മുഹീദ്ദീൻ ജബറുൽ, കാരണം മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തരീഖത്തിനെ വളരെ നിശ്ചിതമായി എതിർത്തുകൊണ്ടിരിക്കുകയാണ്. മൗദൂദ് സാഹിബ് തരീഖത്തിന് അംഗീകരിച്ചിട്ടുണ്ട്. ഇസ്ലാം മതം എന്ന ബുക്കിൽ ഞാൻ ആ വിഷയം ഇപ്പൊ പരാമർശിക്കാൻ ആഗ്രഹിക്കുകയല്ല. ഞാൻ പറഞ്ഞു വന്നത്, ചെറുപ്പക്കാരായ നമ്മൾ ഈ തരീഖത്തിനെ ഈ രൂപത്തിൽ അലങ്കോലപ്പെടുത്തി പലരും നീങ്ങുമ്പോൾ നമുക്ക് പൊതുവെ തോന്നും തരീഖത്ത് ശരിയല്ല, ആ ഗുണ്ടാവണ്ടി വേണ്ട, അത് നേരത്തെ മുജാഹിദ് പറഞ്ഞതുപോലെ നമ്മൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നല്ലോ. ഇത് ഒരിക്കലും ശരിയല്ല. നല്ലതിനൊക്കെ ഒരു ബാത്തിൽ ഇവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസം പരിശോധിക്കുമ്പോൾ തെറ്റായ ബാത്തിലായ മഅബൂദുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല വിശ്വാസത്തിന് ഒരു കുഴപ്പവുമില്ല. അമ്പിയാക്കന്മാരെ നമ്മൾ വിശ്വസിക്കുമ്പോൾ മീർസാ ഗുലാം അഹ്മദിനെ പോലത്തെ, മുസൈലിമത്തുൽ കദ്ദാബിനെ പോലത്തെ കള്ളപ്രവാചകന്മാരുണ്ട്. അതുകൊണ്ട് നുബുവത്തിന് യാതൊരു കുഴപ്പവുമില്ല എന്ന പോലെ ഏത് സത്യവും നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അസത്യം അതിന്റെ മറുഭാഗത്തുണ്ടാകും. ആ അസത്യം അസത്യമായും സത്യം സത്യമായും മനസ്സിലാക്കുക എന്നത് മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് തരീഖത്തിനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. തരീഖത്തിന് എതിർക്കപ്പെടാൻ പാടില്ല. തരീഖത്ത് ആവശ്യമാണ്. എന്തുകൊണ്ട്? തരീഖത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ഔലിയാക്കളുടെ ഭാഷയിൽ തന്നെ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ മുഴുവനും അതിനെ വിശദീകരിച്ചിട്ടുള്ളത് ഹൃദയത്തിന്റെ ശുദ്ധീകരണമെന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അൽ ഇസ്തിദാദു ബിത്തസ്ഫിയത്തിൽ മുജറദത്തി അനിൽ മുഖദ്ദറാത്ത് എന്നൊരു ഇബാറത്താണത്. നിങ്ങൾ ചിന്തിച്ചോക്ക്, തെറ്റായ അല്ലെങ്കിൽ മോശമായ വൃത്തികെട്ട സ്വഭാവങ്ങളിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്, അതാണ് തരീഖത്ത്. ഇസ്ലാം മതം തന്നെ അവിടെയാണുള്ളത്. എല്ലാ വിഷയവും ഇസ്ലാമിൽ പരിശോധിച്ചാൽ നോക്ക് നിങ്ങൾ, ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് നിസ്കാരം. എന്തിനാണ് നിസ്കാരം? ഖുർആൻ പറഞ്ഞു, നീചമായ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ മനുഷ്യനെ ശുദ്ധീകരിക്കാനാണ് നിസ്കാരം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സകാത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താ? മനുഷ്യനെ ശുദ്ധീകരിക്കാൻ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായുള്ള ശുദ്ധീകരണം. ഇതിന്റെ തഫ്സീറൊക്കെ ഇമാം റാജി വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിചയമുള്ളത് കൊണ്ട് ഞാനതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രം. മനുഷ്യന്റെ ശുദ്ധീകരണമാണ്. ഹദീസ് പഠിപ്പിച്ചില്ലേ? നോമ്പ് എന്ന് പറയുന്നത് നീചമായ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ മനുഷ്യന്മാരെ തടഞ്ഞു നിർത്താനുള്ള ഒരു ആരാധനയാണ്. ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ മൊത്തത്തിൽ പറഞ്ഞു, ഇന്നൽ ഹസനാത്തി യുദ്ഹിബന സയ്യാത്ത്. ഹസനാത്തുകൾ, സൽക്രമങ്ങൾ ഏതായിരുന്നാലും വിരോധമില്ല. ദുഷ്കർമ്മങ്ങളെ മാറ്റി നിർത്താനും ചെയ്തുപോയ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാനുമുള്ളതാ. ഇതാണ് സത്യത്തിൽ തരീഖത്ത് എന്ന് പറയുന്നത്. മനുഷ്യരെ ശുദ്ധീകരിക്കുക. ഖുർആൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിച്ചത് ഖുർആനും പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ആവശ്യമായ അറിവുകൾ നൽകിക്കൊണ്ട് മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവ സമൂഹത്തിനെ സംസ്കരിക്കുകയാണ്. ഈ സംസ്കരണമാണ് തരീഖത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് വേണ്ടെന്ന് പറയാൻ ഒരു കുട്ടിക്കും കഴിയില്ല. പക്ഷേ ഈ തരീഖത്ത്
തരീഖത്തിൽ സ്വീകരിക്കാൻ ചില മാർഗങ്ങളുണ്ട്, ചില നിർദ്ദേശങ്ങളുണ്ട്. അത് മശായിഖന്മാർ തന്നെ അവരെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്താം. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശാദുലി തരീഖത്തിന്റെ മശായിഖന്മാരിൽ പ്രമുഖനായ ഒരു വ്യക്തിയല്ലേ. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശാദുലി തങ്ങൾ പറഞ്ഞത് എന്താ? ഫയംബഗി ലിമൻ ഐഖദഹു അല്ലാഹു മിൻ സനത്തിൽ വഫലത്തി. ഈ വഫലത്ത് എന്ന ഉറക്കിൽ നിന്ന് മനുഷ്യൻ ഉണർത്തണം. അതിന് തരീഖത്ത് ആവശ്യമാണ്, മശായിഖന്മാർ ആവശ്യമാണ്. ഇതായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശാദുലി വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ആദ്യം സംസാരിച്ചത്. എന്നിട്ട് പറഞ്ഞു, ആ വിഷയത്തിൽ തരീഖത്തിന്റെ വിഷയത്തിൽ മനുഷ്യൻ ശ്രദ്ധിക്കണം. പക്ഷേ ഏത് കാലഘട്ടത്തിലും തരീഖത്ത് ആവശ്യമാണ്. തരീഖത്ത് സ്വീകരിക്കേണ്ടത് ദീനീ ചിട്ടയിൽ ഏറ്റവും വലിയ പ്രസിദ്ധനായ 5 നേരം ജമാഅത്തിൽ പങ്കെടുക്കുന്ന, ജുമുഅക്ക് പങ്കെടുക്കുന്ന, കൃത്യമായി ആരാധനകൾ നിർവഹിക്കുന്ന, ഹറാമും കറാഹത്തും മാറി നിൽക്കുന്ന, ഖിലാഫുൽ ഔല പോലും വർജിക്കുന്ന ദീനീ ചിട്ടയിൽ പ്രസിദ്ധനായ പ്രഗത്ഭനായ ശൈഖായിരിക്കണം ഓരോ കാലഘട്ടത്തിലും മശായിഖന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ തരീഖത്ത് സ്വീകരിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായി അബുൽ ഹസൻ അശ്ശാദുലി പറഞ്ഞു, ദിയാനത്തുകൊണ്ട് മശ്ഹൂറാകണം. സിയാനത്തി വൽ അമാനത്തി ബരീഉം മിനൽ ബിദഇ. ബിദ്അത്തിൽ പരിപൂർണമായി അദ്ദേഹം ഒഴിഞ്ഞിരിക്കണം. ബിദ്അത്തുകാർക്ക് ഓശാന പാടുന്ന ബിദ്അത്തുകാരുടെ ആശയം കൂടി ശരിയാണെന്ന് പറയുന്ന രീതിയിലുള്ള തരീഖത്തുകാർ ഇവിടെ പൊട്ടിമുളക്കുന്നുണ്ട്. അത്തരം ആളുകളെ നമുക്ക് സ്വീകരിച്ചുകൂടാ. ബരീഉം മിനൽ ബിദഇ, ബിദ്അത്തിൽ നിന്ന് അദ്ദേഹം പരിപൂർണമായി ഒഴിവാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, അയാളുടെ തരീഖത്ത് 100% അല്ലാഹുവിന്റെ കിതാബിനോടും സുന്നത്തിനോടും യോജിച്ചതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമല്ലാതെ ഒരു ശൈഖിനെയും സ്വീകരിക്കാൻ പാടില്ല. ഇവിടെയാണ് നമ്മൾ അടിപൊളിയിലുള്ളത്. നമ്മുടെ വിഷയം അത്രയേ ഉള്ളൂ. മശായിഖന്മാർ പറഞ്ഞതേ നമുക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിലും ഏത് ശൈഖായിരുന്നാലും ദീനീ ചിട്ടയിലും ബിദ്അത്തിലും പരിപൂർണമായി മാറി ദീനീ ചിട്ടയിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാകണം. അദ്ദേഹത്തിന്റെ തരീഖത്തിലെ മുഴുവൻ കാര്യങ്ങളും ഖുർആനോട് യോജിക്കണം. പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയോട് യോജിക്കണം. എന്നിട്ട് പറഞ്ഞു, അലാ നഹ്ജി അഫ്ആലി സ്വഹാബത്തി വഅഖ്വാലിഹിം. ഈ ഖുർആനും ഹദീസും എന്ന് പറയുമ്പോൾ മുജാഹിദും അത് തന്നെയാണ് പറയുന്നത്, ഖുർആനും ഹദീസും മുറുകെ പിടിക്കണമെന്നത്. പക്ഷേ പറ്റില്ല. അലാ നഹ്ജി അഫ്ആലി സ്വഹാബത്തി വഅഖ്വാലിഹിം. സ്വഹാബത്തിന്റെ വീൽ, സ്വഹാബത്തിന്റെ പ്രവർത്തനം, സ്വഹാബത്തിന്റെ വാക്ക്, സ്വഹാബത്തിന്റെ വിശ്വാസം ഈ രീതിയിലായിരിക്കണം. യഥാർത്ഥത്തിൽ ഖുർആന്റെ ആശയം മനസ്സിലാക്കിയ സ്വഹാബിമാരാണ്. റസൂലുള്ളാഹി ഇസ്ലാം പഠിച്ചത് സ്വഹാബിമാരാണ്. ആ സ്വഹാബിമാരെ ആചാരവും അവരെ വിശ്വാസവും അവരെ കർമ്മവും ആയിരിക്കണം തരീഖത്തിന്റെ മശായിഖന്മാർ സ്വീകരിക്കുന്നത്. അവരെ തരീഖത്ത് ആ രൂപത്തിലുള്ളതാകണം. അതിന് വിപരീതമായ ഒരു തരീഖത്ത് ഇവിടെ വന്നാൽ നമ്മളത് എതിർത്തേ പറ്റോ? നിങ്ങൾ ചിന്തിച്ചോക്ക്. ഇതേ ഇമാരത്ത് മുഴുവൻ മശായിഖന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുതുബുൽ അഖ്താബ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തന്റെ പുണ്യത്തിന്റെ 173-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത്, അല്ലദീ യജിബു അലൽ മുബ്തദി ഫീ ഹാദിഹി തരീഖ. ഈ തരീഖത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു പ്രാഥമിക വിദ്യാർത്ഥി അവർക്ക് അനിവാര്യമായത് അൽ-ഇഅ്തിഖാദു സ്വഹീഹു, സ്വഹീഹായ വിശ്വാസമാണ്. എന്ത് വിശ്വാസം? ഹുവൽ അസാസു, അതാണല്ലോ ഇസ്ലാമിന്റെ തറ. എന്നിട്ട് പറയുന്നു, വയകൂന അലാ അഖീദത്തി സലഫി സ്വാലിഹി, സലഫുസ് സ്വാലിഹീങ്ങളുടെ വിശ്വാസപ്രകാരമായിരിക്കണം. അഥവാ അഹ്ലി സുന്നത്തിൽ ഖദീമ, പഴയ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം. കാരണം ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു, സലഫുസ് സ്വാലിഹുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട സ്വഹാബത്തും താബിഈകളും താബിഈ താബിഈകളുമാണ്. അവരെ വിശ്വാസപ്രകാരമുള്ള തരീഖത്ത് മാത്രമേ അംഗീകരിക്കാൻ പാടുള്ളൂ. വിശ്വാസത്തിൽ മാത്രമല്ല, ആ തരീഖത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു മനുഷ്യൻ അവനക്ക് നിർബന്ധമാണ് അത്തമസ്സുകു ബിൽ കിതാബി, ഖുർആൻ സ്വീകരിക്കണം, വസുന്നത്തി, ഹദീസ് സ്വീകരിക്കണം. മാത്രം പോരാ, വൽ അമൽ ബിഹിമാ, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അദ്ദേഹം അമൽ ചെയ്യണം. അംറൻ മൻഹിയൻ, അൽപരയാവട്ടെ വിരോധിക്കപ്പെട്ട വിഷയങ്ങളാവട്ടെ, അസ്ലം വബറൻ അടിസ്ഥാനപരമാവട്ടെ ശാഖാപരമാവട്ടെ, വയജഅൽഹുമാ ജനാഹൈഹി, അവന്റെ 2 ചിറക്, ഒന്ന് ഖുർആനും മറ്റത് സുന്നത്തുമാകണം. യതീറു ബിഹിമാ, ഇവ 2 കൊണ്ടുമായിരിക്കണം പറക്കുന്നത്. എവിടെ? ഫിത്തരീഖിൽ വസിലല്ലാഹി അസ്സ വജല്ല, അല്ലാഹു തആലയിലേക്ക് ചേരുന്ന മാർഗ്ഗത്തിൽ.
ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്വഹാബിമാര് മനസ്സിലാക്കിയ രീതിയിൽ, താബീങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ, അതല്ലേ സുന്നത്യമാൾ. ഈ സുന്നത്തുമായത്തിന്റെ ആശയത്തിന് യോജിച്ചുകൊണ്ടുള്ള തെരീഖത്ത് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതിന്റെ എതിരുള്ള തെരീഖത്ത് സ്വീകരിച്ചുകൂടാ. ഇതേ നമുക്ക് പറയാനുള്ളൂ. തെരീഖത്ത് വർജിക്കപ്പെടേണ്ടതല്ല, തെരീഖത്ത് നിർബന്ധമായി സ്വീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ അത് ഖുർആനോടും ഹദീസിനോടും എതിരാണെങ്കിൽ നമുക്കത് സ്വീകരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ചിന്തിച്ചോക്ക്, ഇവിടെ ചെറിയ തെരീഖത്തുകളൊക്കെ രംഗത്ത് വന്നു, നമ്മൾ പുറത്താക്കി. സമസ്ത കേരള ജമിയത്തിലുമാ വളരെ കൂടുതൽ ആലോചിച്ച് അദ്ദേഹവുമായി ചർച്ച ചെയ്ത്, അദ്ദേഹത്തിന്റെ മുരീദന്മാരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചതിന് ശേഷമാണ് ആ തെരീഖത്തുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് സമസ്ത കേരള ജമിയത്തിലും തീരുമാനിച്ചിട്ടുള്ളത്. എന്തേ അങ്ങനെ തീരുമാനിക്കാൻ കാരണം? അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കൈവശത്തിലുള്ളത് ഫ്രഷ് ഇൽമാണ്, ലദുന്യ ഇൽമാണ് അയാൾ ഉദ്ദേശിച്ചത്. ഇവരേലുള്ളത്, സമസ്തക്കാരേലുള്ളത് മരിച്ചവർ തൊട്ട് മയ്യത്തെല്ലാം മയ്യത്തായി കിട്ടിയ ഇൽമാണ്. ഫ്രഷ് ഇൽമും പഴയ ഒരു 1400 കൊല്ലം പഴക്കമുള്ള ഇൽമും ഏതാ ഗുണം? നിങ്ങൾ ചിന്തിക്കണം. ഇതായിരുന്നു അവരുടെ വാദം. ഇദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചു. അദ്ദേഹത്തിന് മുമ്പിൽ കുറെ എഞ്ചിനീയർമാരും കുറെ ഡോക്ടർമാരും അതുപോലത്തെ ചില്ലറ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കഥ അറിയാത്ത ആളുകളാ. ഓരോ വാക്ക് കേൾക്കുമ്പോൾ ഫ്രഷ് ഇൽമു പറയുമ്പോൾ തന്നെ അവർക്ക് തോന്നി ഇതൊരു നല്ല കാര്യമാണ്. ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം, ഞാൻ നേരത്തെ പറഞ്ഞ അബുൽ ഹസൻ ഷാനിയുടെ ക്ലാസ്സിൽ പങ്കെടുത്തു. ഫ്രഷ് ഇൽമു അഥവാ ലദുന്യ ഇൽമു അത് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം വലിയൊരു ഫഖീഹാണ്, അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. നിങ്ങൾ ചിന്തിച്ചോക്ക്, ഈ ഫ്രഷ് ഇൽമു എന്ന പേരും പറഞ്ഞിട്ട് സത്യത്തില് ഖുർആനും ഹദീസും വിപരീതമായ ആശയങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒന്ന് രണ്ട് ഞാൻ പറയാം. അതൊക്കെ ഞങ്ങൾക്ക് നേരിട്ട് ഇറങ്ങുന്നതാണ്. ലദുന്യ ഇൽമിനെ മുസ്ലിം ലോകം എതിർക്കുന്നില്ല. പക്ഷേ ലദുന്യ ഇൽമിന്റെ കഥ എന്താ? അത് ഖുർആനോടും ഹദീസിനോടും യോജിക്കണം. ഇസ്സുദ്ദീൻ അബ്ദുസ്സലാം അബുൽ ഹസൻ ഷാദിയുടെ ക്ലാസ്സിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ ലദുന്യ ഇൽമു കേട്ടപ്പോൾ എന്തെന്നില്ലാതെ സന്തോഷിച്ചു വന്നു. അതുകൊണ്ട് ഈ ഇൽമല്ല, ലദുന്യ ഇൽമു ഫ്രഷ് ഇൽമാണ് അനിവാര്യമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗം. മഹാനായ അബുൽ ഹസൻ ഷാദിലി ഈ ലദുന്യ ഇൽമിനെ പറ്റി പറയുന്നത് എന്താ നിങ്ങൾ പരിശോധിച്ചോ. അദ്ദേഹത്തിന്റെ ശിഷ്യൻ എഴുതിയ ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാം. ഖാല ഉസ്താദി, എന്റെ ഉസ്താദ് അബുൽ ഹസൻ ഷാദിലി തങ്ങൾ പറഞ്ഞു റഹിമഹുല്ലാഹ്. എന്താ പറഞ്ഞത്? മോനെ, നിനക്ക് ലഭിച്ച കശ്ഫ് ഉണ്ടായിരുന്നാൽ തന്നെ ഖുർആനോടും സുന്നത്തിനോടും അതെതിരാണെങ്കിൽ ഖുർആനോടും സുന്നത്തുമാണ് നീ സ്വീകരിക്കേണ്ടത്. കശ്ഫിനെ വലിച്ചെറിയണം. എന്നിട്ട് ബഹുമാനപ്പെട്ട നീ ചിന്തിച്ചു നോക്ക്. പടച്ചതമ്പുരാൻ ഖുർആനും സുന്നത്തും അല്ലാഹു തആല ഹിഫ്ളാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഒരു പരിവർത്തനവുമില്ലാതെ ഒരു അബദ്ധവുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു തആല അതിനെ കാക്കും. ഖുർആനും ഹദീസും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയും അത് അല്ലാഹു തആല ഇസ്മത്ത് നൽകിയതാണ്. അതേ സമയത്ത് വലം യദ്മൻഹാ ഫീ ജാനിബിൽ കശ്ഫി, ആളുകൾക്കുണ്ടാകുന്ന കശ്ഫിൽ ഈ ഒരു ഉത്തരവാദിത്വമില്ല. പടക്കാനേറെ സാധ്യതയുണ്ട്, നേരെ ചൊവ്വ വരാനും സാധ്യതയുണ്ട്. മനുഷ്യൻ അല്ലാഹു തആല നല്ല കാര്യങ്ങൾ ഇൽഹാമായി നൽകും, മോശമായ കാര്യങ്ങളും ഇൽഹാമായി നൽകും. രണ്ടും സംഭവിക്കാം. എങ്ങനെ ഈ ഇൽഹാം തെറ്റാണ് അല്ലെങ്കിൽ എനിക്ക് ലഭിച്ച കശ്ഫ് തെറ്റാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതിന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദിലി തങ്ങൾ പറഞ്ഞു, ഖുർആനോടും സുന്നത്തിനോടും യോജിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇതാണ് വസ്തുത. കഴിഞ്ഞു പോയ മഹാന്മാര് മുഴുവനും പറഞ്ഞതാണ് ഖുർആനും സുന്നത്തും. ഖുർആനോടും സുന്നത്തിനോടും യോജിക്കാത്ത കശ്ഫ് നമുക്ക് സ്വീകരിച്ചുകൂടാ. ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു, തസവ്വുഫ് എന്ന് പറഞ്ഞാൽ കണ്ട കീലയും ഖാലയുമായി നടക്കലല്ല. എവിടെങ്കിലും കണ്ട കഥകള്, എവിടെങ്കിലും കാണുന്ന ഖീലകള്, ഇതുമായി നടക്കലല്ല തസവ്വുഫ് എന്ന് പറഞ്ഞാൽ. തസവ്വുഫിന്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. അത് സ്വഹാബിമാർ മനസ്സിലാക്കിയത് പോലെയാകണം. ഇന്ന് പഠിച്ചത് മുഴുവനും, പഠിച്ച തരീഖത്തുകാർ മുഴുവനും ഖുർആനും ഹദീസിനും എതിരായി അവർക്ക് ചില കശ്ഫ്, അത് അവർക്ക് ചില സ്വപ്നം, അത് അനിസ്ലാമികമാണ്. എന്തിനേറെ കിതാബ് സൗമിന്റെ ആദ്യത്തില് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തുഹ്ഫയിൽ പറഞ്ഞു, ശഅബ
ഷഹബാൻ 29 അന്ന് രാത്രി മാസം കണ്ടതായി കാതുമാർ ഉറപ്പിക്കപ്പെടാത്തൊരു സാഹചര്യത്തിലോ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വപ്നം കാണുന്നു. അല്ലാഹുവിന്റെ റസൂലിനാൾ സ്വപ്നം കണ്ടാൽ ശൈത്താൻ ആ രൂപത്തിൽ വരികയില്ലെന്നാണല്ലോ ഹദീസ് പഠിപ്പിച്ചത്. ആ സ്വപ്നം യാഥാർത്ഥ്യം തന്നെയാണ്. അദ്ദേഹം സ്വപ്നം കണ്ടു റസൂലുള്ളാഹി ആ മനുഷ്യനോട് പറഞ്ഞു, ഇന്ന് മാസം കുറിച്ചിട്ടുണ്ട്, നാളെ നീ നോമ്പ് നോറ്റോ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി എന്ന് പറഞ്ഞു, നോമ്പ് നോക്കാൻ പാടില്ല, അത് ശരീഅത്തോട് യോജിക്കില്ല. മുഹമ്മദിന്റെ സ്വപ്നം കണ്ടിട്ട് റസൂലുള്ളാഹി പറഞ്ഞു മാസം കുറിച്ചിട്ടുണ്ട് എന്ന് സ്വപ്നത്തിൽ സ്വീകരിച്ചുകൂടാ. പറഞ്ഞു ഫിന്നൗമി, ആ ഉറക്കത്ത് കണ്ട കാഴ്ച കൊണ്ടിട്ട് നോമ്പ് നോക്കാൻ പാടില്ല. എന്തേ കാരണം? സുന്നത്തിനെതിരെയാണത്. മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് സുമൂലി റുയതിഹി വഅത്റൂലി റുയതിഹി, നോമ്പ് നോക്കേണ്ടത് മാസം കണ്ടാലാണ്. മാസം കണ്ട് നോമ്പ് നോക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഒരുപക്ഷെ നീ കാണണം, അല്ലെങ്കിൽ കണ്ട ആളിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കണം, അല്ലെങ്കിൽ കാതി ഉറപ്പിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ രീതി. ഈ രീതിക്ക് അപ്പുറത്തുള്ള രീതിയാണ് ഈ സ്വപ്നം. സ്വീകരിക്കാൻ പാടില്ല. കാവയ്യാതെ പറഞ്ഞു ആ നോമ്പ് നോക്കൽ ഹറാമാണ്, മനസ്സിലുണ്ടാക്കണം. ഇത് ഇബ്നു തങ്ങൾ മാത്രമല്ല, മുഴുവൻ ഫുഖഹാവും പറഞ്ഞു. ശർവാനി പറഞ്ഞു, ഇനി കശ്ഫിലാണ് ഈ സംഭവം ഉണ്ടായത്. ഉറക്കിലല്ല, കശ്ഫിലാണ് റസൂലുള്ളാഹിനെ നേരിൽ കണ്ടത്, ഇൽഹാമിലാണ് കണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു നാളെ മാസം കുറിച്ചിട്ടുണ്ട്, ഇന്ന് മാസം കുറിച്ചിട്ടുണ്ട്, നാളെ റമദാനാണെന്ന്. സ്വീകരിച്ചുകൂടാ. നിങ്ങൾ ചിന്തിക്കണം, ഇത്രയും വ്യക്തമായി ഖുർആനോടും സുന്നത്തിനോടും ഖുർആനും സുന്നത്തും പഠിപ്പിച്ച ആശയത്തിനോട് എതിരായ ഒരു കശ്ഫിനോ ഒരു ഇൽഹാമിനോ ഒരു സ്വപ്നത്തിനോ ഇവന് സ്ഥാനമില്ല. അത് സ്വീകരിച്ചുകൂടാ. നമുക്കതേ പറയാനുള്ളൂ. ഖുർആനോട് സുന്നത്തിനോട് യോജിച്ചതാണോ നമുക്കതിനെ സംബന്ധിച്ചൊരു കുഴപ്പമില്ല. ഞാൻ ഈ പറഞ്ഞ വിഷയം എല്ലാ മഹാന്മാരും രേഖപ്പെടുത്തിയതാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. സയ്യിദുൽ തായിഫത്ത് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞതും അത് തന്നെയാണ്. നമ്മുടെ ദരീഖ് മുഴുവനും എല്ലാവർക്കും മനഃപ്പാടമുള്ള അധിക്യ പറഞ്ഞത് ഈ വിഷയമാണ്. ഏത് മശായിഖന്മാരെ ദരീഖത്ത് പരിശോധിച്ചാലും കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. കാരണം അല്ലാഹുവിലേക്ക് ചേരലാണ് ലക്ഷ്യം. നരകത്തിലേക്ക് ചേരലാണെങ്കിൽ വിരോധമില്ല, ഇബ്ലീസിലേക്ക് ചേരലാണെങ്കിൽ വിരോധമില്ല. അല്ലാഹുവിലേക്ക് ചേരലാണോ ലക്ഷ്യം, അതിന് ആരംഭ റസൂലുള്ളാഹി അനുഗമിക്കല്ലാതെ വേറെ മാർഗമില്ല. ഈ റസൂൽ പഠിപ്പിച്ചതിന് ഖുർആൻ പഠിപ്പിച്ചതിന് ഉണ്ടായിരിക്കാനും എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാലും വിരോധമില്ല, ലൗകികമായും എന്ന് പറഞ്ഞാലും വിരോധമില്ല. അതിനിവിടെ നിലനിൽക്കില്ല. ഇതാണ് മശായിഖന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പോ ഈ കക്കാട് ഡോക്ടർമാരോ എഞ്ചിനീയർമാരൊക്കെ അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞതെന്തായാലും ചിന്തിച്ചു നോക്ക്. എന്താണ് രസം? ഈ ആളുകൾ അവരെ ഭാര്യമാരെയും കൊണ്ട് ടീച്ചിട്ട് പോയി ബാക്കിയുള്ളവർക്ക് മക്കൾ. ഞാൻ ചോദിക്കുന്നു, ഭാര്യയും ഭർത്താവും ഒരിക്കൽ സ്വീകരിച്ചാൽ മാപ്പന്റെ 2 മക്കളായി സഹോദരനും സഹോദരിയും നിക്കാഹ് പോകും. റസൂലുള്ളാഹിന്റെ കയ്യിൽ പെണ്ണ് തൊട്ടിട്ടില്ല, പെണ്ണിന്റെ കയ്യിൽ റസൂലുള്ളാഹി തൊട്ടിട്ടില്ല. ഇതാണ് ബൈഅത്ത് പഠിപ്പിച്ച മുഹമ്മദിന്റെ സുന്നത്ത്. ഈ സുന്നത്തിനോട് യോജിച്ചതോ യോജിക്കാത്തതോ ഈ ബൈഅത്ത് യോജിക്കാത്ത തണ്ടമല്ലാതെ നിർവാഹമില്ലാതെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ബാപ്പയും മക്കളും ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും വലിയ ബാപ്പ മുഹമ്മദ് നബിയാ. അവരുടെ സഹാബിയാത്തായ സഹോദരിമാരാ. മക്കളുടെ കൂട്ടത്തിൽ 1-ാം തരം മക്കളാണല്ലേ. ഈ മക്കളും ബാപ്പയും കൈ തൊടുന്നില്ല. ഇതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്, സുന്നത്ത്. അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഇതിന്റെ എതിരിൽ വെളിപാടുണ്ടായിട്ട് കാര്യമില്ല. ഇതിന്റെ പേരിൽ ഇൽമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സ്വീകരിക്കാൻ നിർവാഹമില്ല. എന്നിട്ട് ഇപ്പൊ പറയുന്നത് എന്താ? സാധു മനുഷ്യന്മാരോട് ഈ വിപരീതമാക്കി പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കുടുംബപരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറമാണെന്നാണ് മുഴുവൻ ശാരീരികളും വ്യക്തമായി എഴുതിയിട്ടുള്ളത്. മാത്രവുമല്ല, മുലകുടി ബന്ധത്തിൽ വേറെയും ബന്ധമുണ്ട്. അങ്ങനെ 2 കേറോപ്പിലും ആരംഭ റസൂലുള്ളാഹിന്റെ മഹറമായതുകൊണ്ടാണ് ആ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ പോകാറുള്ളതും ആ സഹോദരിമാർ റസൂലുള്ളാഹിനെ തൊടാറുള്ളതുമെന്നും വ്യക്തമായി ഇമാം നബിയും ഹാഫിദ് അസ്ഖലാനിയും രേഖപ്പെടുത്തിയിട്ട് മൂടി വെച്ചുകൊണ്ട് അന്യ പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങിയിരുന്നു. ആ പെണ്ണ് റസൂലുള്ളാഹിയുടെ
പഠിക്കാൻ പറ്റുമോ? സാധുക്കളായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അവർക്ക് കഥ അറിയോ? ഈ കുട്ടികളെ ഈ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ആ സമസ്തകളുടെ ജമ്യത്തിൽ വൃദ്ധി ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിച്ചോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്ർ മൗലിദത്തിന്റെ 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹുമ്മ അജ്റിനി മിനൽ. ഇത് റസൂൽ പഠിപ്പിച്ചതാ. ലോക മുസ്ലിങ്ങൾ നിരക്ഷരം തുടർന്നു വന്നതാ. മുജാഹിദ് പോലും ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് എഴുതി പോകണം എന്ന് പറയുന്ന മുജാഹിദ് പോലും ഈ ദിനം കഴിഞ്ഞിട്ട് എഴുതി പോയാൽ മതി എന്നാണ് അറിയിക്കുന്നത്. ഗൗരവമായി പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഇമാം ചിന്തിക്കണമെങ്കിലും ഇവിടെ തിരിഞ്ഞിരുന്നുകൊണ്ട് തന്നെ ഈ 10 ദിനം 7, 10, 17 ആ ദിവസത്തിൽ മരിക്കാൻ ഈമാനോടെ മരിക്കും. കാരണം അല്ലേ രാത്രിയോട് മരിക്കുമെങ്കിൽ ഈമാനോട് മരിക്കും. അത്രയും പ്രാധാന്യമുള്ള ദിക്ർ. ഇത് ഇവർ ഒഴിവാക്കി. ഇവർ പറയുന്നു ആ ദിക്റല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എന്തിന്റെ പേരിലാണ് ആ ദിക്ർ ഇത്രയും പ്രധാനപ്പെട്ട ദിക്ർ ഒഴിവാക്കിയത്? നമ്മുടെ ചെയ്ത് വേറെ കാരണം തന്നു. ചൊല്ലാൻ പഠിപ്പിച്ചോണ്ട് ദിക്ർ മാറ്റിയിട്ട് നമ്മുടെ ചെയ്ത് അതിന്റെ കഥ എന്താ? മുഹമ്മദ് നബിക്ക് തെറ്റ് പറ്റൂല. മുഹമ്മദ് നബിക്ക് അബദ്ധം പറ്റില്ല. എന്തുകൊണ്ട്? മുഹമ്മദ് നബി ഈ ജാതി സ്വന്തം അഭിപ്രായമില്ല. അങ്ങനത്തെ അത് മാറ്റി നമ്മുടെ ചെയ്തുമാറുള്ളതൊക്കെയോ ഇപ്പോഴും പോകുന്നുണ്ട്. വലിയ കാര്യം ഞാൻ ചെയ്യില്ല. മരണം വരെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നിർവാഹന നമ്മുടെ ചെയ്തിട്ടില്ല. സ്ഥിരപ്പെട്ടു പോയത് ഒറ്റതവണയും ബോധ്യപ്പെട്ടിട്ടും അംഗീകരിച്ചിട്ടും നമ്മളെ ശരിക്കപ്പെടില്ല. എന്താണ് ആ ഇതുപോലെ സംഭവം. ബഹുമാനപ്പെട്ട മഹാന്റെ മഹത്വം മനസ്സിലാക്കുന്നത് ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴാണ്. നിങ്ങൾ തിരിച്ചോക്ക് ബഹുമാനപ്പെട്ട ശിഖരങ്ങൾ വളരെ വിശദമായി വിശദീകരിച്ചു. തന്റെ പരാമർശിച്ചുകൊണ്ട് മഹാന്മാരായ 23-ാമത്തെ ഫസിലായിട്ടാണ് വിഷയങ്ങൾ പറയുന്നത്. അതിന്റെ 73-ാമത്തെ ഫസിൽ പറഞ്ഞതാണ് കാര്യങ്ങൾ. എഴുതാങ്ങൾ ഹയാത്തുള്ള കാലത്തുള്ള ദലികൾ 12 ആദ്യമൊന്നും പഠിച്ചതാണ്. ഇന്നലെ ഞാൻ തുടങ്ങിയതല്ലേ. ഒന്നും മാത്രമേ ശരിയുള്ളൂ. 11 പഠിച്ചതാണ് ശരിയുള്ള സുന്നത്തിനോട് ചോദിച്ച സഹാബാക്കളുടെ മനഹജിനോട് യോജിച്ചുകൊണ്ട് ദരീഖത്തിനോട് ചോദിച്ചുകൊണ്ട് ഖുർആനോട് സുന്നത്തിനോട് ചോദിച്ച ദരീഖത്ത് ആ ശരീഅത്തും ദരീഖത്തും ഒരുമിച്ച് മുതലാളിമാരി യോജിച്ച് നീങ്ങുന്ന ദരീഖത്ത് മാത്രമേ സത്യത്തിൽ വേണ്ടുള്ളൂ. ബാക്കി 11 തെറ്റാ. അതിൽ ഒന്നിനെ വെച്ച് ഒന്നാമത് ബഹുമാനപ്പെട്ട വഴി എണ്ണാണ് ഒന്നാമത് ഹലൂലി മദ്ഹബ്. എന്താണ് ഈ ഹലൂലി മദ്ഹബിന്റെ സ്വഭാവം? നമുക്ക് ഹലാലാണ് എന്ന് മാത്രമല്ല ഇപ്പോഴും ഒരുമിച്ച് നൃത്തം ചെയ്യും. കാര്യങ്ങൾ ചെയ്യലും പെണ്ണിന്റെ കൈ പിടിക്കലും ചുംബിക്കലും അനുവദനീയമാണെന്ന് തീരുമാനിക്കും. ഈ തരീഖത്തുകാരെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വൈദ്യങ്ങൾ രണ്ടാമത്തെ തരീഖ് ബഹുമാനപ്പെട്ട വൈദ്യങ്ങള് ഇൽഹാമിയ രണ്ടാമത്തെ
ഫ്രഷ് ഇൽമിന്റെ ആളുകളെന്നാണ് ഇവർക്ക് ഇൽഹാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഖുർആനും സുന്നത്തും അവർക്ക് വ്യക്തമല്ല, അവർക്ക് ഇൽഹാമാണ്. ഈ ഇൽഹാമിയ തരീഖത്ത് പഴച്ചതാണെന്ന് വൈദ്യുതി പറഞ്ഞുകൊണ്ട് ഇൽഹാമിയ തരീഖത്തിന്റെ അടിയാളം വിശദീകരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു, ഒന്ന് ഖുർആൻ സുന്നത്തിന്റെ ഇൽമിനെ അവർ ഒഴിവാക്കും. അവർക്ക് ഫ്രഷ് ഇൽമാണ് വേണ്ടത്, ഈ ലഘുമീൻ വെളിപാട്. രണ്ടാമത് അവർക്ക് ധൈര്യമാണ്, അവർക്ക് ക്ലാസ്സാണ്. അതിനൊക്കെ വ്യത്യാസം ഫർക്ക് നിങ്ങൾക്കറിയാൻ ഞാൻ വിശദീകരിക്കുന്നില്ല. ദർശനത്താൽ പ്രയാസം ഉണ്ടാകും. 300, 400 വിദ്യാർത്ഥികൾ ബുഖാരി ദർശനത്തുമ്പോൾ കുട്ടികൾ ചോദിക്കും ഉസ്താദന്മാരോട്. ആ ചോദ്യത്തിന് വ്യക്തമായി മറുപടി പറയേണ്ടി വരും. ഏതാണ് ഈ ഉസ്താദിനെ പോലെ കുട്ടികൾക്കും ഈ കിതാബൊക്കെ തിരിയുന്നവരാ? അപ്പൊ അവിടെ നെല്ലും കല്ലും വേർതിരിയും. ദർശനം അങ്ങനെ പ്രത്യേകതയുണ്ട്. മറ്റൊരു ഇയാൾ ചൊല്ലിക്കൊടുക്കുന്ന ക്ലാസ്സാ. ഞാനിവിടെ ക്ലാസ് എടുക്കുന്നു. ഈ ക്ലാസ്സിൽ ആരെന്ത് ചോദിക്കാൻ? എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞുകൂടെ? പണ്ഡിതന്മാർക്കല്ലേ സത്യവും അസത്യവും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ദർസ് അങ്ങനെയല്ല. ദർസിന് കല്ലും നെല്ലും അങ്ങ് വേർതിരിയും. കുട്ടികൾ ഉണ്ടാക്കും മുന്നുകൾ, നല്ല ഒന്നാം തരം കുഞ്ഞുങ്ങൾ. അവർ ചോദിക്കും, അവർക്കറിയാം ഇതിന്റെ താഴവ് എവിടെ, തൗഫീഖ് എവിടെ. അങ്ങനെ തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ, നമ്മുടെ ശൈഖ് അതിന്റെ എതിരില്ല പറഞ്ഞെങ്കിൽ ശൈഖിന്റെ വാക്കാണ് സ്വീകരിക്കേണ്ടത്. ഇതിന് തെരീഖത്ത് എന്ന് പറയുക പ്രിയപ്പെട്ട സഹോദരന്മാര്. ഇതാണ് ഈ പഴച്ച മുഴുവൻ തെരീഖത്തുകാരുടെയും അടയാളം. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്ക് ചുരുക്കുന്നു. അതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതോ മഹാന്മാരായ ആളുകൾ തെരീഖത്ത് കൊണ്ട് തോൽപ്പിച്ചവരാ.